വെൽക്കം ടു സ്റ്റോറി റൂം. ഇന്നത്തെ കഥ ആരംഭിക്കുന്നതിന് മുന്നേ കുറച്ചു കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന കഥകൾ നിങ്ങൾക്ക് കാണാനുള്ളതല്ല, മറിച്ച് കേട്ട് ആസ്വദിക്കാനുള്ളതാണ്. കാരണം സ്ക്രീൻ ടൈം നമ്മുടെ കണ്ണുകൾക്ക് എത്രത്തോളം ദോഷം ചെയ്യുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് കഥകൾ കേൾക്കുന്ന സമയത്തെങ്കിലും സ്ക്രീൻ ടൈം ഒഴിവാക്കി കഥ പൂർണ്ണമായും കേട്ട് ആസ്വദിക്കാനും അതിനോടൊപ്പം തന്നെ സ്വന്തമായി അതിനനുസരിച്ചുള്ള ചിത്രങ്ങൾ മനസ്സിൽ ആവിഷ്കരിക്കാനും സാധിക്കും. കുട്ടികളുടെ ഭാവനയെ ഉണർത്താനും ഇത് സഹായിക്കും. അതുകൊണ്ട് കൂട്ടുകാരെല്ലാവരും ഫോൺ നോക്കാതെ ഈ കഥ ആസ്വദിക്കുക. ഇത് ബർമ കഥകളുടെ 3ാമത്തെ എപ്പിസോഡാണ്. ഇന്നത്തെ കഥയുടെ പേര് മാന്ത്രിക കോഴി. ഒരു കൃഷിക്കാരന് 4 പുത്രന്മാരുണ്ടായിരുന്നു. അയാളുടെ ഭാര്യ മരിച്ചിട്ട് ഒരുപാട് നാളായി. കൃഷിയിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ ആദായം കൊണ്ട് വളരെ വിഷമിച്ചാണ് അയാൾ മക്കളെ വളർത്തിയത്. അങ്ങനെയിരിക്കെ കൃഷിക്കാരൻ ഒരു ദിവസം പെട്ടെന്ന് മരിച്ചുപോയി. പിന്നീട് അവിടെ താമസിച്ചിട്ട് കാര്യമില്ലെന്ന് മക്കൾ നിശ്ചയിച്ചു. ഇരാവതി നദിയുടെ വളക്കൂറുള്ള കരയിലേക്ക് താമസം മാറ്റാനാണ് അവർ ഉദ്ദേശിച്ചത്. അവിടെ ചില്ലറ അഭ്യാസങ്ങൾ കൊണ്ട് വയറു നിറയ്ക്കാം. കൂട്ടത്തിൽ മൂത്തവൻ ഒരു കായിക അഭ്യാസിയാണ്. രണ്ടാമന് നന്നായി നൃത്തം ചെയ്യാൻ അറിയാം. മൂന്നാമൻ പാട്ടുകാരനാണ്. നാലാമന് പ്രത്യേക വിദ്യയൊന്നും വശമില്ലാത്തതുകൊണ്ട് ബഫൂണിന്റെ വേഷം കെട്ടാം. അങ്ങനെ അവർ പുറപ്പെട്ടു. നടന്ന് 4 പേരും അകലെയുള്ള ഗ്രാമത്തിലെത്തി. അപ്പോൾ നാലാമന് ഒരു വിചാരം. പണി അന്വേഷിച്ച് ഇരാവതിയുടെ തീരം വരെ പോകുന്നത് ബുദ്ധിയാണോ? അവൻ ജ്യേഷ്ഠന്മാരോട് പറഞ്ഞു, എനിക്ക് ആടാനും പാടാനും ഒന്നും മിടുക്കില്ല. പിന്നെ അറിയാത്ത നാട്ടിൽ പോയി താമസിക്കാനൊന്നും രസവും തോന്നുന്നില്ല. ഇവിടെങ്ങാനും താമസിച്ച് വല്ല കൃഷിയും ചെയ്ത് ജീവിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ അനുജൻ അവിടെ തങ്ങി. മറ്റു 3 പേരും യാത്ര തുടർന്നു. അനുജൻ ഒരു വയലുടമയുടെ അടുക്കൽ ചെന്ന് ജോലി ചെയ്യാൻ തയ്യാറാണെന്ന് അറിയിച്ചു. 3 കൊല്ലത്തെ കരാറിൽ ഒപ്പിടുകയും ചെയ്തു. അങ്ങനെ അയാൾ ആ കൃഷിക്കാരന്റെ ജോലിക്കാരനായി മാറി. ആ 3 കൊല്ലം കഴിഞ്ഞപ്പോൾ ജ്യേഷ്ഠന്മാരെ തിരക്കണമെന്ന് അവന് തോന്നി. യജമാനൻ അവന്റെ ആഗ്രഹമറിഞ്ഞ് ഇപ്രകാരം പറഞ്ഞു, ഇതാ നിന്റെ 3 കൊല്ലത്തെ ശമ്പളം. നിനക്ക് ഒരു ജോഡി പുതിയ വേഷവും തരുന്നുണ്ട്. പോരാഞ്ഞിട്ട് ഈ വെള്ളപ്പോത്തിനെയും തരാം. ഇതിന്റെ പുറത്തു കയറി ഇരാവതി നദിക്കരയിലേക്ക് പോയിക്കൊള്ളൂ. യജമാനന് നന്ദി പറഞ്ഞിട്ട് അവൻ വെള്ളപ്പോത്തിന്റെ മുതുകത്ത് കയറി യാത്രയായി. കുറച്ചു കഴിഞ്ഞപ്പോൾ അതുവഴി ഒരു പണക്കാരൻ വന്നു. ബലിക്കു വേണ്ടി ഒരു വെള്ളപ്പോത്തിനെ നോക്കി നടക്കുകയായിരുന്നു അയാൾ. ചെക്കനെ സമീപിച്ച് അയാൾ പറഞ്ഞു, അല്ലയോ, നിന്റെ വെള്ളപ്പോത്തിനെ തരാമെങ്കിൽ പകരം ഈ മാന്ത്രിക കോഴിയെ ഞാൻ നിനക്കു തരാം. ഈ വഴി കുറെ കൂടി പോയാൽ ആൾപ്പാർപ്പില്ലാത്ത ഒരു നല്ല താഴ്വരയിൽ നീ എത്തിച്ചേരും. അവിടെ ചെന്ന് ഈ കോഴിയെ മടിയിൽ വെച്ചുകൊണ്ട് കിടന്നുറങ്ങണം. അർദ്ധരാത്രിയാകുമ്പോൾ കോഴി ഉണർന്ന് ഉച്ചത്തിൽ കൂവും. ഉടനെ കൊടുങ്കാറ്റും മഞ്ഞും മഴയുമുണ്ടാകും. കോഴിയെ മുറുകെ പിടിച്ചുകൊണ്ട് നീ നിലത്ത് അമർന്നു കിടന്നോളണം. ആലിപ്പഴം ദേഹത്തു വീണ് നീ കിടുകിടാ വിറച്ചു പോകും. ഈ വിഷമങ്ങളെല്ലാം സഹിക്കാമെങ്കിൽ കോഴി വീണ്ടും കൂവുമ്പോൾ നിനക്കു മതിയായ സമ്മാനം കിട്ടും. പണക്കാരന്റെ മുഖത്തേക്ക് അവൻ സൂക്ഷിച്ചു കുറേ നേരം നോക്കി. അയാൾ സത്യമാണ് പറഞ്ഞതെന്ന് വിശ്വാസം തോന്നി. പിന്നെ മടിച്ചു നിന്നില്ല. വെള്ളപ്പോത്തിനെ വച്ചുമാറി പൂവൻ കോഴിയെ വാങ്ങി. അതിനെയുമെടുത്ത് കുറേ ദൂരം നടന്നു. അങ്ങനെ പണക്കാരൻ പറഞ്ഞ ആൾപ്പാർപ്പില്ലാത്ത താഴ്വരയിലെത്തി. അപ്പോഴേക്ക് സൂര്യൻ അസ്തമിച്ചിരുന്നു കേട്ടോ. വേഗം അത്താഴം കഴിച്ചിട്ട് അതിന്റെ പങ്ക് കോഴിക്കും കൊടുത്തു. പിന്നെ
കോഴിയെ മടിയിൽ വെച്ചുകൊണ്ട് നിലത്ത് കിടന്നുറക്കമായി. കോഴി നല്ല ഒതുക്കമുള്ള കൂട്ടത്തിലായിരുന്നു. അതെങ്ങും പോകാതെ അവന്റെ മടിയിൽ പറ്റിച്ചേർന്നു കിടന്നു. അർദ്ധരാത്രി ആയപ്പോൾ കോഴി തല പൊക്കി ഉച്ചത്തിൽ കൂവി. ഉടനെ ശക്തിയായ കാറ്റടിക്കുകയും ആകാശം ഇരുണ്ടുകൂടുകയും ചെയ്തു. തുടർന്ന് കോഴിമുട്ടയുടെ വലുപ്പമുള്ള ആലിപ്പഴങ്ങൾ അവന്റെ ദേഹത്ത് വീഴാൻ തുടങ്ങി. വല്ലാത്ത വേദനയും കിടുകിടുപ്പും തോന്നിയെങ്കിലും കോഴിയെ അടക്കി പിടിച്ചുകൊണ്ട് നിലത്തു തന്നെ പറ്റിക്കിടന്നു. പണക്കാരനിലുള്ള വിശ്വാസം മാത്രം അവനെ ചാകാതെ രക്ഷിച്ചു. നേരം വെളുപ്പാൻ കാലമായപ്പോൾ കോഴി വീണ്ടും കൂവി. പെട്ടെന്ന് കാറ്റും മഞ്ഞും മഴയും ഒക്കെ നിലച്ചു. ആകാശം തെളിഞ്ഞു. ആ പ്രകാശത്തിൽ മണിമാളികകളുള്ള ഒരു സുവർണ നഗരം അവന് കാണാൻ കഴിഞ്ഞു. ആളുകളുടെ ആർപ്പുവിളിയും പൊട്ടിച്ചിരിയും കേട്ടു. മിന്നിത്തിളങ്ങുന്ന വേഷമിട്ട ജനങ്ങൾ ആ വീടുകളിൽ നിന്ന് ഇറങ്ങി വന്നു. അവരെല്ലാവരും ചേർന്ന് അവനെ അവിടുത്തെ രാജാവായി വാഴിച്ചു. അങ്ങനെ ഏതാനും മാസങ്ങൾ കഴിഞ്ഞു. ഒരിക്കൽ ജ്യേഷ്ഠന്മാരെ കാണണമെന്ന് നമ്മുടെ പുതിയ രാജാവിന് ഒരു മോഹമുണ്ടായി. ഈരാവതി തീരത്തേക്ക് ദൂതന്മാരെ അയച്ചു. അവരെ കണ്ടുപിടിക്കാൻ രാജദൂതന്മാർക്ക് അങ്ങനെ പ്രയാസമൊന്നും ഉണ്ടായില്ല. അവർ നാട്ടിൽ പ്രസിദ്ധമായിരുന്നു. ജ്യേഷ്ഠന്മാർ 3 പേരും അനുജന്റെ കൊട്ടാരത്തിലെത്തി. ചെന്ന പാടെ മാന്ത്രിക കോഴിയുടെ രഹസ്യം അവർ മനസ്സിലാക്കി. കോഴിയെ കിട്ടിയാൽ തങ്ങൾക്കും അനുജനെ പോലെ രാജ്യവും ധനവും സമ്പാദിക്കാമെന്ന് അവർ വിചാരിച്ചു. അനുജൻ അതിൻ പ്രകാരം കോഴിയെ അവർക്ക് കൊടുത്തു. അവർ കോഴിയെയും കൊണ്ട് ആൾപ്പാർപ്പില്ലാത്ത താഴ്വരയിലേക്ക് പോയി. എന്നിട്ട് കോഴിയെ നെഞ്ചത്തടക്കി പിടിച്ചുകൊണ്ട് ആകാംക്ഷയോടെ കാത്തുകിടന്നു. പാതിരാത്രി ആയപ്പോൾ കോഴി ഉച്ചത്തിൽ കൂവുകയും ഭയങ്കരമായ കൊടുങ്കാറ്റും മഞ്ഞും മഴയും തുടങ്ങുകയും ചെയ്തു. അനുജന്റെ സഹനശക്തിയൊന്നും അവർക്കില്ലായിരുന്നു കേട്ടോ. തണുപ്പുകൊണ്ട് കിടുകിടാ വിറച്ച അവർ പ്രാണരക്ഷാർത്ഥം അടുത്തുള്ളൊരു ഗുഹയിലേക്ക് ഓടി ഒളിച്ചു. അതിനിടയ്ക്ക് ആലിപ്പഴം വീണ് കോഴി അങ്ങ് ചത്തുപോവുകയും ചെയ്തു. ചത്ത കോഴിയെയും പിടിച്ചുകൊണ്ട് അവർ കാറ്റും മഴയും തീരാൻ കാത്തിരുന്നു. നേരം വെളുക്കാറായപ്പോൾ കാറ്റും മഴയും നിലച്ചു. പക്ഷേ കോഴി രണ്ടാമത് കൂവാതിരുന്നത് കൊണ്ട് അവർക്ക് സ്വർണ്ണ കൊട്ടാരം കാണാൻ കഴിഞ്ഞില്ല. മഴയും തണുപ്പുമേറ്റ് വിറങ്ങലിച്ചു പോയ അവർക്ക് കടുത്ത വിശപ്പ് തോന്നി. തിന്നാൻ മറ്റൊന്നുമില്ലാത്തതുകൊണ്ട് ആ കോഴിയെ തന്നെ ആഹാരമാക്കി. പിന്നെ ഇരാവതിക്കരയിലേക്ക് തിരിച്ചുപോയി. അത്യാഗ്രഹിയായ അവർക്ക് ഒന്നും കിട്ടിയില്ല.